പശ്ചിമേഷ്യൻ രാഷ്ട്രതന്ത്രത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്ന നയതന്ത്ര നീക്കങ്ങൾ. ദശാബ്ദങ്ങളായി പരമ്പരാഗത ശത്രുക്കളായിരുന്ന സൗദി അറേബ്യയും ഇസ്രയേലും തമ്മിൽ ഔദ്യോഗിക ബന്ധം സ്ഥാപിച്ചാൽ അത് ലോകത്തെയും പ്രത്യേകിച്ച് ഗൾഫ് മേഖലയെയും ഇന്ത്യയെയും എങ്ങനെയായിരിക്കും ബാധിക്കുക? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ വീണ്ടും സജീവമാകുന്ന അബ്രഹാം കരാറുകൾ എന്താണ്? സൗദിയുടെ പ്രധാന നിബന്ധനകൾ എന്തൊക്കെയാണ്? ഈ കരാർ യാഥാർത്ഥ്യമായാൽ പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ എങ്ങനെ മാറും? നമുക്ക് വിശദമായി നോക്കാം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും നമ്മുടെ ഗൾഫ് മേഖലയുടെ ഭാവിയെയും സ്വാധീനിക്കുന്ന ഈ വിഷയം ലളിതമായി തന്നെ മനസ്സിലാക്കാം. വീഡിയോ അവസാനം വരെ കാണും. ആദ്യം എന്താണ് ഈ അബ്രഹാം ഉടമ്പടി എന്ന് നോക്കാം. 2020 അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ഇസ്രയേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ അബ്രഹാം കരാറുകൾക്ക് തുടക്കമിട്ടത്. UAE, ബഹ്റൈൻ, മൊറാക്കോ, സുഡാൻ എന്നീ രാജ്യങ്ങൾ ഇസ്രയേലുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. അറബ് ലോകവും ഇസ്രയേലും തമ്മിലുള്ള ചരിത്രപരമായ ശത്രുത അവസാനിപ്പിച്ച് സാമ്പത്തിക, സുരക്ഷ, സാങ്കേതിക മേഖലകളിൽ സഹകരിക്കുക എന്നതായിരുന്നു ഈ കരാറിൻ്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ അറബ് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും ഇസ്ലാമിക ലോകത്തെ നിർണായക സ്വാധീനവുമായ സൗദി അറേബ്യ ഈ കരാറിൻ്റെ ഭാഗമായിരുന്നില്ല. സൗദി കൂടി ഈ കരാറിലേക്ക് വന്നാൽ അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റമായിരിക്കും. എന്നാൽ സൗദി അറേബ്യ ഇസ്രയേലുമായി അത്ര എളുപ്പത്തിൽ ഒരു കരാറിലേക്കും എത്താൻ തയ്യാറുമല്ല. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാന നിബന്ധനകൾ ഇവയാണ്. ഒന്ന്, പാലസ്തീൻ വിഷയം. പാലസ്തീനികൾക്ക് സ്വതന്ത്ര രാഷ്ട്രത്തിനുള്ള വ്യക്തമായ പാതയൊരുക്കണം. പാലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു കരാറിനും സൗദി തയ്യാറല്ല എന്ന് റിയാദ് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. 2, US സുരക്ഷാ കരാർ. അമേരിക്കയുമായി ശക്തമായ ഒരു പ്രതിരോധ കരാർ രൂപീകരിക്കുക. ആക്രമണങ്ങൾ ഉണ്ടായാൽ അമേരിക്ക സൗദിയുടെ സുരക്ഷ ഉറപ്പാക്കണം. 3, ആണവോർജ സാങ്കേതിക വിദ്യ അഥവാ സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാം. സൗദി അറേബ്യയിൽ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് അമേരിക്കയുടെ പിന്തുണ ഉറപ്പാക്കുക. സൗദിയുടെ വിഷൻ 2030 പദ്ധതി പ്രകാരം എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥ മാറ്റിയെടുക്കാൻ സാങ്കേതിക വിദ്യയിലും വിനോദസഞ്ചാരത്തിലും സുരക്ഷയിലും പുതിയ കൂട്ടുകെട്ടുകൾ റിയാദിന് അത്യാവശ്യമാണ്. എന്നാൽ ഈ കരാർ യാഥാർത്ഥ്യമായാൽ പശ്ചിമേഷ്യയിലെ ഇറാന്റെ സ്വാധീനം എന്താകും? ഈ കൂട്ടുകെട്ടിനെ ഭയക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം സൗദിയുമായുള്ള ബന്ധം തങ്ങളുടെ നയതന്ത്ര അംഗീകാരം ഏറ്റവും വലിയ തലത്തിലെത്തിക്കും എന്നതിൽ സംശയമില്ല. അറബ് ലോകത്ത് ഇസ്രയേലിൻ്റെ ഒറ്റപ്പെടൽ പൂർണ്ണമായും അവസാനിക്കും ഈ ഒരു ഒറ്റ കരാറോടുകൂടി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഭീഷണിയെ ചെറുക്കാൻ ഇസ്രയേലും ഗൾഫ് രാജ്യങ്ങളും ഉൾപ്പെടുന്ന ശക്തമായ ഒരു പ്രാദേശിക സഖ്യം നിർമ്മിക്കുക എന്നതാണ് പ്രധാനം. കൂടാതെ ചൈനയ്ക്കും റഷ്യയ്ക്കും മധ്യപൂർവേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സ്വാധീനം കുറയ്ക്കാനും വാഷിംഗ്ടൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. റഷ്യ ചൈന സഖ്യത്തിന് പകരം പശ്ചിമേഷ്യയിൽ അമേരിക്കൻ മേധാവിത്വം നിലനിർത്താൻ അബ്രഹാം കരാറുകളുടെ വിപുലീകരണം ട്രംപിന് അത്യാവശ്യമാണ്. എന്നാൽ കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ ലളിതമല്ല. വലിയ ചില വെല്ലുവിളികൾ ഈ കരാറിന് മുന്നിലുണ്ട്. ഗാസയിലെ യുദ്ധവും അവിടെ നടക്കുന്ന കടുത്ത പ്രതിസന്ധികളും കാരണം പെട്ടെന്നൊരു കരാറിലേക്ക് പോകുന്നത് സൗദി അറേബ്യയിലെയും മറ്റ് അറബ് രാജ്യങ്ങളിലെയും പൊതുജന വികാരത്തിന് എതിരാകാം. ഇസ്രയേലിലെ നിലവിലെ തീവ്ര വലതുപക്ഷ സർക്കാർ ഒരു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ എതിർക്കുകയും ചെയ്യുന്നു. സൗദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആവശ്യത്തോട് ഇസ്രയേൽ എങ്ങനെ പ്രതികരിക്കും എന്നത് അനുസരിച്ചായിരിക്കും സൗദിയുടെ ബാക്കി തീരുമാനങ്ങൾ. ഇസ്രയേലും സൗദിയും തമ്മിലുള്ള അടുപ്പം ഇറാന് വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകൾ വഴി മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കാൻ ഇറാൻ ശ്രമിച്ചേക്കാം. ഈ കരാർ യാഥാർത്ഥ്യമായാൽ ഉണ്ടാകുന്ന ഭാവി പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കാം. 1, സാമ്പത്തികമായ കുതിച്ചുചാട്ടം. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അഥവാ IMEC പോലുള്ള വൻകിട വ്യാപാര പാതകൾ യാഥാർത്ഥ്യമാകും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി വലിയ നേട്ടവും ഉണ്ടാക്കും. 2, ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. സൗദിയിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള വ്യാപാരികൾക്ക് വിനോദസഞ്ചാരം, IT, ഏവിയേഷൻ മേഖലകളിൽ പുതിയ അവസരങ്ങൾ തുറക്കപ്പെടും എന്നതിൽ സംശയമില്ല.
3, നവീകരിച്ച സുരക്ഷാ ക്രമം തന്നെയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഇറാൻ സഖ്യവും അമേരിക്കൻ, അറബ്, ഇസ്രയേൽ സഖ്യവും തമ്മിലുള്ള രാഷ്ട്രീയ വ്യതിയാനം ശക്തമാകും. ചുരുക്കത്തിൽ സൗദി ഇസ്രയേൽ അബ്രഹാം കരാർ വെറുമൊരു നയതന്ത്ര നീക്കമല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭാവിയും അന്താരാഷ്ട്ര സാമ്പത്തിക ക്രമത്തെയും തന്നെ തിരുത്തി എഴുതാൻ ശേഷിയുള്ള ഒന്നാണ്. പാലസ്തീൻ ജനതയുടെ ഭാവിയെയും ഗൾഫ് മേഖലയിലെ സമാധാനത്തെയും ഇത് എങ്ങനെ ബാധിക്കുമെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സൗദിയും ഇസ്രയേലും കൈകോർക്കുമോ? താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് അയച്ചു കൊടുക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.